പാൻജ്യ വേർപെട്ടു. പിന്നീട് ഈ പാൻജ്യ വേർപെട്ടപ്പോൾ ലൗറേഷ്യ, ഗോണ്ട്വാനാലാൻഡ് എന്നീ പ്രദേശങ്ങൾ എല്ലാ പ്രിയപ്പെട്ട HSA സോഷ്യൽ സയൻസ് ഉദ്യോഗാർത്ഥികൾക്കും എൻട്രി ആപ്പിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ബിപിൻ മാത്യൂസ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. നമ്മുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരും എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ സിലബസിൽ സോഷ്യൽ സയൻസിന്റെ സിലബസിൽ 7ാമത്തെ മൊഡ്യൂൾ ജിയോഗ്രഫിയിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് പരീക്ഷയ്ക്ക് കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന ഒരു പ്രദേശം. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി ആൻഡ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്നാണ് ആ ടോപ്പിക്കിന്റെ പേര്. അതിന്റെ മലയാളം ടേമാണിത്. വൻകര വിസ്ഥാപന സിദ്ധാന്തം ആൻഡ് ഫലക ചലന സിദ്ധാന്തം. നല്ല രസമുള്ള ഒരു ഏരിയയാണ് പഠിക്കാൻ. നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണിത്. സോ നമുക്ക് ഇന്ന് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. നോക്കിയേ, ഒരു ഗ്ലോബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ, സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് നമ്മൾ കാണുന്നതാണ് ഇതൊരു ഗ്ലോബ് അല്ലെങ്കിൽ ഒരു മാപ്പ്. അതിൽ നമ്മുടെ ഭൂഖണ്ഡങ്ങളുടെയൊക്കെ സ്ഥാനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൃത്യമായിട്ട് അവരെയൊക്കെ എവിടെയാണെന്ന് അറിയാവോ? അറിയാം, ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. സോഷ്യൽ സയൻസ് ഉദ്യോഗാർത്ഥികൾക്ക് എന്തായാലും അറിയാം. നോക്കിയേ, ഭൂഖണ്ഡങ്ങൾ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഏറ്റവും വലിയ ഭൂഖണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം തന്നെയാണ് അല്ലേ? ഏഷ്യയാണ് ഏറ്റവും വലിയ ഭൂഖണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ഏഷ്യയുടെ സ്ഥാനം നിങ്ങൾ കണ്ടില്ലേ? ഈ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച്, ഇവിടെ ഒരു ഡാർക്ക് ഓറഞ്ച് കളർ അല്ലേ? ഒരു ഡാർക്ക് ഓറഞ്ച് കളറിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യക്ക് ഇവിടെ ഉണ്ട്, കണ്ടോ? ഇന്ത്യ. അതിനോട് ചേർന്ന് കിടക്കുന്ന ഈ രാജ്യങ്ങളെല്ലാമാണ് ഏഷ്യൻ ഭൂഖണ്ഡം എന്ന് പറയുന്നത്. രണ്ടാമത്തെ വലിയ ഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ ഏതാണ്? ആഫ്രിക്കയാണ്. രണ്ടാമത്തെ വലിയ ഭൂഖണ്ഡം ആഫ്രിക്കയാണ്. കാണാമല്ലോ, യെല്ലോ കളറിൽ മാർക്ക് ചെയ്തേക്കുന്നത്. മൂന്നാമത്തത് നോർത്ത് അമേരിക്കയാണ്. USA കാനഡയൊക്കെ വരുന്ന നോർത്ത് അമേരിക്ക. നാലാമത്തെ വലിയ ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഏതാണ്? സൗത്ത് അമേരിക്കയാണ്. അഞ്ചാമത് ഇവിടെ ഏറ്റവും താഴെ നോക്കി, അന്റാർട്ടിക്ക അല്ലേ? ആറാമത്തത് യൂറോപ്പ്. ഏഴാമത്തത് ഓസ്ട്രേലിയ. ഏറ്റവും ചെറിയ ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയും ഏറ്റവും വലിയ ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഏഷ്യയുമാണ്. അപ്പം ഞാൻ വലിപ്പത്തിന്റെ ഓർഡറിൽ അതിൽ ഞാൻ കൃത്യമായിട്ട് 7 ഭൂഖണ്ഡങ്ങളും ഏറ്റവും വലുതിൽ നിന്ന് ചെറുതിലേക്ക് പറഞ്ഞു. ഇനി ഈ ഭൂഖണ്ഡങ്ങളൊക്കെ എങ്ങനെയാണ് ഈ പറഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ ഈ നമ്മുടെ മാപ്പിൽ കാണുന്ന സ്ഥലത്തേക്ക് എത്തപ്പെട്ടത്? ഇവയുടെ ഒരു എവല്യൂഷൻ എങ്ങനെയാണ്? നമുക്ക് മനുഷ്യന് എവല്യൂഷൻ തിയറി പറയാറില്ലേ? അതേപോലെ ഈ ഭൂഖണ്ഡങ്ങൾ ഇന്ന് കാണുന്ന സ്ഥാനത്തായിരുന്നോ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് തന്നെയായിരുന്നോ ഭൂമി ഉണ്ടായിരുന്ന കാലം തൊട്ട് ഇതുണ്ടായിരുന്നത്? അല്ല. ഈ ഭൂഖണ്ഡങ്ങൾക്കൊക്കെ സ്ഥാനമാറ്റം അല്ലെങ്കിൽ സ്ഥാനഭ്രംശം സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ ഇരുന്ന പല സ്ഥലത്തു നിന്നും അത് പല ഭാഗങ്ങളിലേക്ക് മാറി മറ്റു പല പ്രദേശങ്ങളിലേക്ക് ഇത് എത്തപ്പെട്ടു. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. ഇന്ത്യൻ ഫലകം യുറേഷ്യൻ ഫലകത്തിലേക്ക് കൂട്ടിയിടിച്ചപ്പോഴാണ് ഹിമാലയം ഉണ്ടായതെന്ന് പറഞ്ഞൊരു തിയറിയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇതേപോലെ ഭൂഖണ്ഡങ്ങൾക്ക് എപ്പോഴും ഈ സ്ഥാനമാറ്റം, സ്ഥാനഭ്രംശമൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് എന്തായിരുന്നു? ഈ ആഫ്രിക്കയിൽ നിന്നൊരു ഭാഗം അല്ലെ, ഈ സൊമാലിയൻ പ്ലേറ്റ് എന്ന് പറയുന്ന ഈ ഭാഗം അല്ലെ, ഇത് ഇവിടുന്ന് അടർന്നു മാറുകയും അതൊക്കെ അത് ഇന്ത്യൻ പ്ലേറ്റിനോട് അടുക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ആഫ്രിക്കയ്ക്കും ഈ പറഞ്ഞ പ്ലേറ്റിനും ഇടയ്ക്കായിട്ട്, ഈ സൊമാലിയൻ പ്ലേറ്റിനും ഇടയ്ക്കായിട്ട് ഒരു പുതിയ കടൽ രൂപപ്പെടും. അവിടെ ഒരു വിള്ളൽ ഇപ്പം തന്നെ തെളിഞ്ഞു വന്നു, ആളുകൾക്ക് കാണാൻ പറ്റത്തക്ക രീതിയിൽ അല്ലേ? അവിടെ ഒരു വിടവ് രൂപപ്പെട്ട് തുടങ്ങി എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ ഈവൻ മലയാളം ചാനലുകളിൽ പോലും കാണുന്നുണ്ട്. സോ ഈ ഭൂഖണ്ഡങ്ങളുടെയൊക്കെ എവല്യൂഷനാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇതിനെപ്പറ്റി ധാരാളം പേര് ചിന്തിച്ചിരുന്നു. എങ്ങനെയാണ് ഈ ഭൂഖണ്ഡങ്ങൾ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്കൊക്കെ വന്നത്? ഇവയ്ക്കൊക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നു? ഇവരൊക്കെ തമ്മിൽ നേരത്തെ ഒന്ന് ചേർന്നാണോ ഇരുന്നത്? പിന്നീട് പൊട്ടി അടർന്ന് പല ഭാഗങ്ങളിലേക്ക് പോയതാണോ? അങ്ങനെ ഈ ഭൂഖണ്ഡങ്ങളെ സംബന്ധിക്കുന്ന ധാരാളം സംശയങ്ങൾ ആളുകൾക്കിടയിൽ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. അതിന്റെ റീസൺസിൽ ഒന്ന് തന്നെ ഇതാണ്, ഇവരുടെ ഒരു ചേർച്ചയാണ്. ഇത് കണ്ടോ, ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഇവിടെ കണ്ടോ, ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഈ സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തെ കൃത്യമായിട്ട് ചേർത്ത് ഇങ്ങനെ വെക്കാം. ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അവിടെ മാച്ച് ചെയ്തിരുന്നോളൂ. ഇവർക്കിടയിൽ ഒരു മിസ്മാച്ച് ഇല്ല, കണ്ടില്ലേ? ഈ യോജിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല, കൃത്യമായിട്ട് യോജിച്ചിരിക്കും ഇവർ രണ്ടുപേരും. അതേപോലെ തന്നെ ആഫ്രിക്കയുടെ ഈ പോർഷൻ കണ്ടോ, അതിൻ്റെ ഈ ഒരു പോർഷൻ, ആഫ്രിക്കയുടെ ഈ ഒരു പോർഷൻ, അത് കൃത്യമായിട്ട് തന്നെ ഇവിടെ ഈ നോർത്ത് അമേരിക്കയുടെ ഈ ഭാഗത്തേക്ക് നമുക്ക് ഇങ്ങനെ ചേർത്ത് വെക്കാം. ഇനി അതുപോലെ തന്നെ ആഫ്രിക്കയുടെ ഈ ഒരു പോർഷനിലേക്ക്, ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഈ ആഫ്രിക്കയുടെ ഈ ഒരു പോർഷൻ ചേർത്ത് വെക്കാം. ഇങ്ങനെ കൃത്യമായിട്ട് എല്ലാ ഭൂഖണ്ഡങ്ങളെയും നമുക്ക് ചേർത്ത് വെക്കാനായിട്ട് സാധിക്കും. പലരും ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പൊ അത് നേരത്തെ ഈ ഭൂഖണ്ഡങ്ങളെല്ലാം ഒന്ന് ചേർന്നായിരുന്നോ? അതുകൊണ്ടാണോ ഇത്തരത്തിൽ അതിൽ നിന്നത് പിന്നീട് ഇവരെല്ലാം വേർപെട്ട് പോയിട്ട് ഇന്ന് കാണുന്ന സ്ഥലത്തേക്ക് എത്തപ്പെട്ടതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഇതിൽ നിന്നാണ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയും പിന്നീട്
പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി, ഫലക ചലന സിദ്ധാന്തമൊക്കെ വരുന്നത്. നോക്കാം. പ്രാചീന കാലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 10, 15, 20 കോടിയൊക്കെ വർഷങ്ങൾക്ക് മുമ്പ്, പ്രാചീന കാലത്ത് ഭൂഖണ്ഡങ്ങളെല്ലാം ഒന്നു ചേർന്നാണ് സ്ഥിതി ചെയ്തിരുന്നത് എന്ന സംശയം ശാസ്ത്രജ്ഞർക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ. 1596 ഡച്ച് ഭൂപട നിർമ്മാതാവായ എബ്രഹാം ഒർട്ടേലിയസ് ആണ് ഇത്തരം ഒരു ആശയം ആദ്യമായി മുമ്പോട്ട് വെച്ചത്. ഈ പേരുകളിലൊക്കെ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു വൈരുദ്ധ്യം ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ റാങ്ക് ഫയലിലും നിങ്ങളുടെ ഈ ഒരു ക്ലാസ്സിലുമായിട്ട് നിങ്ങൾക്ക് തോന്നാം. ഞാൻ പക്ക NCERT ടെക്സ്റ്റ് വെച്ചിട്ടാണ് ഈ ഒരു ക്ലാസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വള്ളി തെറ്റാതെ ഓർത്ത് വെക്കാൻ പഠിക്കാം. ഒരു പ്രശ്നമില്ല. പലരും ചോദിക്കാറുണ്ട്, ഈ ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് എബ്രഹാം ഒർട്ടേലിയസ് ആണോ എന്നൊക്കെ. ഈ റാങ്ക് ഫയലൊക്കെ വായിച്ചിട്ട് പലരും ചോദിക്കാറുണ്ട്. പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞേക്കണം, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. 1596 ഡച്ച് ഭൂപട നിർമ്മാതാവായ എബ്രഹാം ഒർട്ടേലിയസ് ആണ് ഇത്തരം ഒരു ആശയം, അല്ലെ ഇങ്ങനെ ഒരു സംശയം ആദ്യമായിട്ട് മുമ്പോട്ട് വെക്കുന്നത്. ഇവരെല്ലാം ഒന്നു ചേർന്നായിരുന്നോ എന്നൊരു ആശയം. പിന്നീട് അന്റോണിയോ പെല്ലഗ്രിനി എന്ന ശാസ്ത്രജ്ഞൻ വൻകരകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഭൂപടം തയ്യാറാക്കി. അപ്പം 1500കളിൽ തന്നെ ഇത്തരത്തിൽ വൻകരകളെല്ലാം ഒന്നായിരുന്നോ, ഈ ഭൂഖണ്ഡങ്ങളെല്ലാം ഒരൊറ്റ വൻകരയായിരുന്നോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഈ സംശയത്തെ ഒന്നുകൂടെ ബലപ്പെടുത്തുന്ന രീതിയിലാണ് അന്റോണിയോ പെല്ലഗ്രിനി കുറച്ചും കൂടെ വർഷങ്ങൾക്ക് ശേഷം അന്റോണിയോ പെല്ലഗ്രിനി വൻകരകളെല്ലാം ചേർത്ത് വെച്ചൊരു ഭൂപടം തയ്യാറാക്കിയത്. ഈ വൻകരകളെല്ലാം കൂടെ ചേർത്ത് വെച്ച് അന്റോണിയോ പെല്ലഗ്രിനി തയ്യാറാക്കിയ ഭൂപടത്തിന്റെ ഒരു മാതൃക നമുക്ക് കാണാം. ഇവിടെ 2 ചിത്രങ്ങളുണ്ട്. നിങ്ങൾ അതിനകത്തെ രണ്ടാമത്തെ ചിത്രത്തിലേക്ക് ആദ്യം നോക്കുക. രണ്ടാമത്തെ ചിത്രത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന പോലെ ആഫ്രിക്ക തന്നെ ഇവിടെ, ഞാൻ ഒന്നെന്നിട്ടേക്കുന്ന ആഫ്രിക്കയാണ്. ആഫ്രിക്ക ഇവിടെ, അത് രണ്ടെന്നിട്ടേക്കുന്ന സൗത്ത് അമേരിക്ക അല്ലെങ്കിൽ തെക്കേ അമേരിക്ക എന്നിട്ട് ഈ ഭാഗത്തായിരുന്നു. എന്നാൽ ഇതിനെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ആഫ്രിക്കനെ ഇങ്ങോട്ട് ചേർത്ത് വെച്ചു, 2 തെക്കേ അമേരിക്കനെ ഈ ഭാഗത്തേക്ക് ചേർത്ത് വെച്ചു, 3 നോർത്ത് അമേരിക്കനെ ഇങ്ങോട്ട് ചേർത്ത് വെച്ചു. ഈ വൻകരകളെല്ലാം കൂടെ ചേർത്ത് വെച്ചപ്പം ഇവയ്ക്കെല്ലാം ഇവരെല്ലാം കൃത്യമായി മാച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വിടവിലേക്ക് കൃത്യമായിട്ട് ചേർത്ത് വെക്കാൻ പറ്റുന്നുണ്ട് എന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് അന്റോണിയോ പെല്ലഗ്രിനി ഇത്തരത്തിലൊരു ഭൂപടം തയ്യാറാക്കിയത്. 1912 പിന്നീട് അന്റോണിയോ പെല്ലഗ്രിനിയുടെ ഒക്കെ കാലം കഴിഞ്ഞിട്ട് 1912 ആൽഫ്രഡ് വെഗ്നർ ആണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്ന പേരിൽ വൻകരകളുടെയും സമുദ്രങ്ങളുടെയും വിതരണത്തെ, ഡിസ്ട്രിബ്യൂഷൻ, അത് ഇന്ന് ഏതവസ്ഥയിൽ ഇരിക്കുന്നു, നേരത്തെ എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച വാദഗതി സമഗ്രമായിട്ട് അവതരിപ്പിച്ചത്. ആരാണ്? ആൽഫ്രഡ് വെഗ്നർ. ഏത് വർഷമാണ്? 1912. ഏത് വർഷം? 1912 ആൽഫ്രഡ് വെഗ്നർ ആണ് വൻകരകളുടെയും സമുദ്രങ്ങളുടെയും വിതരണത്തെ സംബന്ധിച്ച അവ ഇന്ന് എവിടെ സ്ഥിതി ചെയ്യുന്നു, നേരത്തെ എവിടെയായിരുന്നു, എങ്ങനെയാണ് അത് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ആരാണ്? ആൽഫ്രഡ് വെഗ്നർ ആണ്. ഏത് വർഷമാണ്? 1912. നോക്കാം. അദ്ദേഹം അവതരിപ്പിച്ച ഈ സിദ്ധാന്തത്തിന്റെ പേരാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം. അദ്ദേഹം അവതരിപ്പിച്ച ഈ സിദ്ധാന്തത്തിന്റെ പേരാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം. ആവിഷ്കരിച്ചത് ആൽഫ്രഡ് വെഗ്നർ ആണ്. 1912 ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഇത് പ്രകാരം ഭൂമിയിൽ ആദ്യമുണ്ടായിരുന്ന ഭൂഖണ്ഡം, അതായത് നമ്മൾ ഇന്ന് കാണുന്ന 7 ഭൂഖണ്ഡങ്ങളും ഒന്നു ചേർന്ന് ഒരു ഭൂഖണ്ഡമായിരുന്നു എന്നൊരു സിദ്ധാന്തത്തിൽ നിന്ന് അദ്ദേഹം, അല്ലെങ്കിൽ ആ ഒരു തോട്ടിൽ നിന്നാണ് അദ്ദേഹം വൻകര വിസ്ഥാപന സിദ്ധാന്തത്തെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആശയം ഇതാണ്: ഇന്ന് കാണുന്ന വൻകരകളെല്ലാം ചേർന്ന് നേരത്തെ ഒരൊറ്റ വൻകരയായിരുന്നു, അതിന് പേര് പാൻജിയ. അതിന് അദ്ദേഹം കൊടുത്ത പേരാണിത് പാൻജിയ. അത് പാൻജിയ എന്ന വൻകരയായിരുന്നു. അതിനു മുമ്പ് മറ്റ് ചില സയന്റിസ്റ്റുകൾ പാൻജിയയ്ക്ക് മുമ്പ് റൊഡീനിയ എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട് ചിലരൊക്കെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിദ്ധാന്തവും ഉണ്ട്. റൊഡീനിയാണ് പിന്നീട് പാൻജിയായി മാറിയത് എന്നും പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ NCERT ടെക്സ്റ്റുകളിലൊന്നും റൊഡീനിയെ പറ്റി പറയുന്നില്ല, പാൻജിയ തൊട്ടേ തുടങ്ങുന്നുള്ളൂ. ഈ പാൻജിയെ ചുറ്റി ഒരു മഹാസമുദ്രം ഉണ്ടായിരുന്നു. പാൻജിയയ്ക്ക് ചുറ്റുമായിട്ട് ഒരൊറ്റ ഭൂഖണ്ഡം, അല്ലെ 7 ഭൂഖണ്ഡങ്ങൾ ഒന്നു ചേർന്ന ഒരൊറ്റ ഭൂഖണ്ഡം, അതിന് ചുറ്റുമായിട്ട് ഒരു വലിയ സമുദ്രം ഉണ്ടായിരുന്നു. ആ സമുദ്രമായിരുന്നു ഏത്? പന്തലാസ. ഇതാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന്റെ തുടക്കം. വൻകര വിസ്ഥാപന സിദ്ധാന്തം പറഞ്ഞു തുടങ്ങുന്നത് ഇവിടുന്നാണ്. ആദ്യം ഒരൊറ്റ വൻകരയായിരുന്നു. ഈ വൻകര ആഫ്രിക്കയും, അല്ലെ ഇന്നത്തെ ഏഷ്യയും ആഫ്രിക്കയും അന്റാർട്ടിക്കയും ഓസ്ട്രേലിയയും നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും എല്ലാം കൂടെ ചേർന്ന ഒരൊറ്റ വൻകരയായിരുന്നു. അതിന്റെ പേര് പാൻജിയ. അതിന് ചുറ്റും വലിയ ഒരു സമുദ്രം ഉണ്ടായിരുന്നു, അതായിരുന്നു പന്തലാസ. അല്ലാതെ ഇന്ന് കാണുന്ന പോലെ ഭൂഖണ്ഡങ്ങൾ പല വ്യത്യസ്ത 7 5 അല്ല അങ്ങനെ ഭൂഖണ്ഡങ്ങളില്ലായിരുന്നു, അല്ലെ. ഇന്ന് 7 ഭൂഖണ്ഡങ്ങളുണ്ട്, അതേപോലെ ഭൂഖണ്ഡങ്ങളില്ലായിരുന്നു, ഒറ്റ ഭൂഖണ്ഡമായിരുന്നു. പാൻജിയ വേർപെട്ടു. പിന്നീട് ഈ പാൻജിയ വേർപെട്ടപ്പോൾ ലൗറേഷ്യ, ഗോണ്ട്വാനാലാൻഡ് എന്നീ പ്രദേശങ്ങൾ, അല്ലെങ്കിൽ എന്നീ ഭൂപ്രദേശങ്ങൾ രൂപപ്പെട്ടു എന്നാണ്
വെഗ്നർ പറഞ്ഞു വെക്കുന്നത്. പാൻജിയ വേർപെട്ടുണ്ടായ ഭൂഖണ്ഡങ്ങളാണ് ലൗറേഷ്യ, ഗോണ്ട്വാന ലാൻഡ് തുടങ്ങിയവർ. ആരൊക്കെ? ലൗറേഷ്യ, ഗോണ്ട്വാന ലാൻഡ് തുടങ്ങിയവർ പാൻജിയ വേർപെട്ട് വിഭജിക്കപ്പെട്ട് ഉണ്ടായതാണ്. ലൗറേഷ്യ വിഭജിക്കപ്പെട്ട് പിന്നീട് അമേരിക്ക, യുറേഷ്യ, അതായത് ഇന്നത്തെ യൂറോപ്പും ഏഷ്യയുടെ വടക്ക് ഭാഗവും എന്നിവ രൂപപ്പെട്ടു. അപ്പോൾ പാൻജിയ വേർപെട്ട് ലൗറേഷ്യയും ഗോണ്ട്വാന ലാൻഡും ഉണ്ടായി. ലൗറേഷ്യയിൽ നിന്ന് നമ്മൾ ഇന്ന് കാണുന്ന അമേരിക്ക, യുറേഷ്യ, ഏഷ്യയുടെ കുറച്ച് ഭാഗങ്ങൾ എന്നിവ രൂപപ്പെട്ടു. ഗോണ്ട്വാന ലാൻഡ് വിഭജിക്കപ്പെട്ട് ആഫ്രിക്ക, തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, ഏഷ്യയുടെ നമ്മുടെ ആ ഇന്ത്യ ഉൾപ്പെടുന്ന ഭാഗത്തിൽ ആ തെക്ക് ഭാഗം എന്നിവ ഗോണ്ട്വാന ലാൻഡ് വിഭജിക്കപ്പെട്ടുണ്ടായത് എന്നാണ് പറയുന്നത്. ഇന്ത്യ, അറേബ്യൻ ദ്വീപ് എന്നീ പ്രദേശങ്ങൾ ഗോണ്ട്വാന ലാൻഡിന്റെ ഭാഗമായിരുന്നു. ആ ഈ പറഞ്ഞ ഏഷ്യയുടെ തെക്ക് ഭാഗം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇന്ത്യയും ഈ അറേബ്യൻ ഉപദ്വീപും ഒക്കെ ഏതിന്റെ ഭാഗമായിരുന്നു? ഗോണ്ട്വാന ലാൻഡിന്റെ ഭാഗമായിരുന്നു. ഇന്ത്യയും അറേബ്യൻ ഉപദ്വീപും ഒക്കെ ഗോണ്ട്വാന ലാൻഡിന്റെ ഭാഗമായിരുന്നു. നോക്കാം നമുക്ക് ഈ പറഞ്ഞ കാര്യം നമുക്കൊന്ന് പ്രധാനമായിട്ടൊന്ന് ചർച്ച ചെയ്യാം. നോക്കിയേ, ആദ്യം ഉണ്ടായിരുന്നത് പാൻജിയ എന്ന് പറയുന്ന ഭൂഖണ്ഡമായിരുന്നു. ഇത് നോക്കിക്കോണം, ആദ്യത്തെ ചിത്രം നോക്കുക, ചിത്രം നമ്പർ 1 കണ്ടോ. എല്ലാ ഭൂഖണ്ഡങ്ങളും ഒന്ന് ചേർന്ന് പാൻജിയ എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡമായിട്ട് വൻകരകളെല്ലാം ഒന്ന് ചേർന്ന് നിലനിന്നിരുന്നു. അതിന് ചുറ്റും കണ്ടോ പന്തലാസ കണ്ടോ. പിന്നീട് ഇതിങ്ങനെ പാൻജിയ ഇങ്ങനെ ഇവിടുന്ന് വേർപെടുന്നു, ഇങ്ങനെ മുറിയുന്നു രണ്ടായിട്ട് കണ്ടോ. പാൻജിയ ഇങ്ങനെ രണ്ടായിട്ട് വേർപെട്ടു കണ്ടോ ഇങ്ങനെ. അപ്പോൾ ഉണ്ടായ കടലാണ് അതിനിടയ്ക്ക് ഈ ഭൂഖണ്ഡങ്ങൾ വേർപെട്ടപ്പോൾ ആരൊക്കെ ഉണ്ടായി? ലൗറേഷ്യ, ഗോണ്ട്വാന ലാൻഡ് എന്നീ ഭൂഖണ്ഡങ്ങൾ ഉണ്ടായി. ചിത്രം 2 നോക്കുക കണ്ടോ. ലൗറേഷ്യ വടക്ക് ഭാഗം, താഴെ ഗോണ്ട്വാന ലാൻഡ്. ഈ ലൗറേഷ്യയ്ക്കും ഗോണ്ട്വാന ലാൻഡിനും ഇടയ്ക്കുണ്ടായ കടലാണ് ഏത്? ടെത്തിസ് എന്നറിയപ്പെടുന്ന കടൽ കണ്ടോ. ഈ കടൽ കണ്ടോ, ഇതാണ് ടെത്തിസ്. ഈ കടലാണ് ടെത്തിസ് കണ്ടോ, ടെത്തിസ്. അപ്പൊ ഇത്ര മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നീട് ഈ ലൗറേഷ്യ വിഭജിക്കപ്പെട്ട്, മൂന്നാമത്തെ ചിത്രത്തിലേക്ക് നോക്കുക. ലൗറേഷ്യ വിഭജിക്കപ്പെട്ട് എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് മുറിയുന്നുണ്ട് ഇങ്ങനെ. ലൗറേഷ്യ വിഭജിക്കപ്പെട്ട് ഇത് നോർത്ത് അമേരിക്ക അല്ലേ. പിന്നീട് ഇതേതാണ്? യൂറോപ്പും ഏഷ്യയും കൂടെ ചേർന്ന നമ്മുടെ യുറേഷ്യ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, എന്നീ വൻകരയും ഉണ്ടായി. അപ്പൊ 2 പ്രധാന വൻകരകൾ, നോർത്ത് അമേരിക്ക, യൂറോപ്പ് ഫുള്ള് ഉണ്ട്, അതുപോലെ തന്നെ ഏഷ്യയുടെ കുറച്ച് ഭാഗവും കേട്ടോ, അങ്ങനെ ചേർന്ന് യുറേഷ്യ രൂപം കൊണ്ടു. ഈ ഗോണ്ട്വാന ലാൻഡ് താഴെ ഈ ചിത്രത്തിൽ തന്നെ, മൂന്നാമത്തെ ചിത്രത്തിൽ നോക്കുക. ഗോണ്ട്വാന ലാൻഡ് വിഭജിക്കപ്പെട്ടാണ് സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, പിന്നെ അന്റാർട്ടിക്ക, പിന്നെ ഓസ്ട്രേലിയ. ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തോട് ഇങ്ങനെ ചേർന്ന് ഇരുന്ന അവസ്ഥയിലാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തോട് ചേർന്നായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഭാഗം, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ രാജ്യമില്ലേ, അത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തോടും അതുപോലെ തന്നെ ഓസ്ട്രേലിയ എന്ന ഭൂഖണ്ഡത്തോടും അതുപോലെ തന്നെ അന്റാർട്ടിക്ക എന്ന ഭൂഖണ്ഡത്തോടും ഒക്കെ ചേർന്നിരുന്നതാണ്. പിന്നീട് അത് പലയിടത്തും ഇങ്ങനെ പല ഭാഗത്തായിട്ട് മുറിഞ്ഞ് ആദ്യം ആഫ്രിക്കയോട് ചേർന്നു, പിന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് വിഭജിക്കപ്പെട്ട ആഫ്രിക്കയോട് ചേർന്നു, പിന്നെ ആഫ്രിക്കയിൽ നിന്ന് വിഭജിക്കപ്പെട്ട ഒരു ദ്വീപ് പോലെ അത് കാണപ്പെട്ടു. നിങ്ങൾ കണ്ടോ, ഇവിടെ കണ്ടോ, ഇങ്ങോട്ട് നോക്കുക, ചിത്രം 3 നോണ്ട്, ഇവിടെ ഒരു ദ്വീപ് പോലായി പിന്നീട് അത്. അങ്ങനെ ആ ആഫ്രിക്കയിൽ നിന്ന് വിഭജിക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ വേർപെട്ട സമയത്ത് അത് ആഫ്രിക്കയുടെ ഏത് ഭാഗത്തോട് ചേർന്നിരുന്നേ? മഡഗാസ്കറിനോട് ചേർന്നിരുന്നത്. അപ്പൊ മഡഗാസ്കർ പിന്നീട് ഒരു ദ്വീപായി മാറ്റപ്പെടുകയുണ്ടായി. ഇനി അടുത്ത ചിത്രം നോക്കിക്കേ, അടുത്ത 4ാമത്തെ ചിത്രം നോക്കി. ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ഈ പറഞ്ഞ ഇന്ത്യൻ ഭാഗം അല്ലെങ്കിൽ ഇന്ത്യൻ കരഭാഗം യുറേഷ്യയിലേക്ക് പിന്നെ വന്ന് കൂടിച്ചേർന്നു. ഇങ്ങനെ കൂടിച്ചേർന്നാണ് ഇവിടെ തന്നെ ഈ ഭാഗത്ത് ഹിമാലയം ഉണ്ടാകുന്നത്. ടെത്തിസ് എന്ന് പറയുന്ന കടലില്ലേ, ആ കടലിന്റെ അടിത്തട്ടിലുള്ള അവസാദങ്ങളെല്ലാം കൂടെ മടങ്ങി ഉയർന്ന് എന്തുണ്ടാവുന്നു? ഹിമാലയം ഉണ്ടാകുന്നു. ഇത് മറക്കരുത്. ആഫ്രിക്കൻ ഭൂഖണ്ഡം അല്ലെ, ഗോണ്ട്വാന ലാൻഡിന്റെ ഭാഗമാണ്. പിന്നെ ഏതാണ്? സൗത്ത് അമേരിക്ക, പിന്നെ ഏതാണ്? അന്റാർട്ടിക്ക, പിന്നെ ഏതാണ്? ഓസ്ട്രേലിയ. ഇനി ലൗറേഷ്യയിൽ നിന്ന് ആരൊക്കെയാ? നോർത്ത് അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്പിന്റെ മുഴുവനും ഏഷ്യയുടെ കുറച്ച് ഭാഗങ്ങളും ഉൾപ്പെടെ അല്ലെ, യുറേഷ്യ ഫോം ചെയ്തു. ഇത്തരത്തിൽ ആദ്യം ഉണ്ടായിരുന്ന പാൻജിയ ആദ്യം വൻകരകളെല്ലാം കൂടെ ചേർത്ത് വെച്ച് ആദ്യം ഉണ്ടായിരുന്ന ഒരു പാൻജിയ എങ്ങനെയായി മാറി? ഈ അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. ഇന്ന് കാണുന്ന 7 ഭൂഖണ്ഡങ്ങളുടെ അവസ്ഥയിലേക്ക്, വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് ഉണ്ടോ, അത് ഒരിടത്തു നിന്ന് പൊട്ടി പല ഭാഗത്തേക്ക് ഇങ്ങനെ മാറിയത് കണ്ടോ. ഇവിടുന്ന് പൊട്ടി, ആദ്യം ഇവിടുന്ന് മുറിഞ്ഞ് 2ആയി, പിന്നീട് ഇവിടുന്ന് മുറിഞ്ഞ് ഇവിടെ 2ആയി കണ്ടോ. 2 ദിശയിലേക്ക് പോയത് കണ്ടോ, ഇങ്ങോട്ടൊന്ന് പോയി കണ്ടോ, 2 ഭാഗത്തേക്ക് പോയത് കണ്ടോ. ഇത്തരത്തിൽ ഭൂഖണ്ഡങ്ങൾ പതുക്കെ ബ്രേക്ക് ചെയ്ത് പൊട്ടിയടർന്ന് പല ഭാഗങ്ങളിലേക്ക് നീക്കപ്പെടുകയും ഇന്നത്തെ അവസ്ഥയിലേക്ക് അത് എത്തപ്പെടുകയും ചെയ്തു. ഇന്ന് നമ്മൾ ഭൂമിയിൽ ഭൂഖണ്ഡങ്ങൾ കാണുന്ന ഒരു മേഖലയുണ്ടല്ലോ, ഒരു പ്രദേശം ഉണ്ടല്ലോ, അവിടേക്ക് അത് എത്തപ്പെടുകയും ചെയ്തു. ഈ സിദ്ധാന്ത പ്രകാരം ഈ പറഞ്ഞ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്, ഇപ്പൊ എന്താണ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വൻകര വിസ്ഥാപന സിദ്ധാന്തം ആരവതരിപ്പിച്ചതാ? ആൽഫ്രഡ് വെഗ്നർ അവതരിപ്പിച്ച വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആദ്യം ഉണ്ടായിരുന്ന ഒരു ഭൂഖണ്ഡം പൊട്ടിയടർന്ന് ബ്രേക്ക് ചെയ്ത്
പല ദിശയിലേക്ക് മൂവ് ചെയ്ത് ഇന്ന് കാണുന്ന അവസ്ഥയിലുള്ള ഭൂഖണ്ഡങ്ങൾ രൂപം കൊണ്ടു. ഈ സിദ്ധാന്ത പ്രകാരം വൻകരകളെല്ലാം ഒരിക്കൽ ഒന്നു ചേർന്നായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് എന്നും പിന്നീട് ഇവ പൊട്ടിപ്പിളർന്ന് പല ദിശകളിലേക്ക് ചലിച്ച് ഇന്ന് കാണുന്ന വൻകരകളായി മാറ്റപ്പെട്ടു എന്നും പ്രതിപാദിക്കുന്നു. അപ്പോൾ വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്ത് എന്ന ചോദ്യത്തിന്റെ ഒരു ഡെഫിനിഷനാണിത്. ഇത് വൻകരകളുടെയും സമുദ്രങ്ങളുടെയും രൂപീകരണത്തെയും പരിണാമത്തെയും സംബന്ധിച്ച വ്യക്തമായ അറിവ് ലോകത്തിന് നൽകി വൻകര വിസ്ഥാപന സിദ്ധാന്തം. ഓക്കെ, ഇനി ഇതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വൻകര വിസ്ഥാപന സിദ്ധാന്തത്തെ അംഗീകരിക്കാത്തവരുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടാ? ഈ വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്തുകൊണ്ട് നടന്നു എന്നതിനൊരു എക്സ്പ്ലനേഷൻ വെഗ്നർ കൊടുക്കണമല്ലോ. ആ എക്സ്പ്ലനേഷൻ ഇത് നമുക്ക് സാധൂകരിക്കാൻ സാധിക്കത്തില്ല, അംഗീകരിക്കാൻ സാധിക്കത്തില്ല എന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്. നോക്കാം നമുക്ക്. ഇത് പാഞ്ചിയുടെ ഒരു ഏകദേശം കണ്ടോ? കൃത്യമായിട്ട് ഇവരെല്ലാം ചേർത്ത് വെക്കാൻ സാധിച്ചത് കണ്ടോ? കൃത്യമായിട്ട് വെഗ്നർ എന്തുകൊണ്ടാണ് ഈ സിദ്ധാന്തം അവതരിപ്പിച്ചത്? സൗത്ത് അമേരിക്കയുടെ ഈ ആഫ്രിക്കയുടെ ഭാഗത്തേക്ക് കൃത്യമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ആഫ്രിക്കനകത്ത് ഈ നോർത്ത് അമേരിക്കയുടെ ഭാഗത്തേക്ക് വെക്കാൻ പറ്റി. അതുപോലെ തന്നെ ഇന്ത്യൻ നേരത്തെ നമ്മുടെ ഇന്ത്യൻ ലാൻഡ് മാസ് ഇല്ലേ, അത് ആഫ്രിക്കയുടെ ഭാഗത്തേക്ക് ചേർത്ത് വെച്ചു. അതുപോലെ തന്നെ അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയവരെല്ലാം കൃത്യമായിട്ട് ഇവർ ഒന്നിനോട് വളരെ കൃത്യമായിട്ട് മാച്ച് ചെയ്യത്തക്ക രീതിയിലായിരുന്നു. ഇതാണ് വെഗ്നർ ഇത് അവതരിപ്പിക്കാൻ തന്നെ കാര്യം. വൻകര വിസ്ഥാപന സിദ്ധാന്തം അവതരിപ്പിക്കാൻ തന്നെ കാര്യം ഈ ഒരു തോട്ടാണ്. ആദ്യം നമുക്ക് വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന്റെ അനുകൂല തെളിവുകൾ നോക്കാം. അതിനുശേഷം നമുക്ക് അത് എന്തുകൊണ്ട് അതിനെതിരെ വന്ന തെളിവുകൾ അല്ലെങ്കിൽ അതിനെതിരെ വന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം വെഗ്നർ വൻകര വിസ്ഥാപന സിദ്ധാന്തം അവതരിപ്പിച്ചപ്പോൾ അതിന് കുറച്ച് അനുകൂലമായ തെളിവുകൾ കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ആ തെളിവുകൾ നമുക്ക് നോക്കാം. ഒന്ന്, വൻകരകളുടെ അരികുകളുടെ ചേർച്ച. ഇപ്പൊ നമ്മൾ കണ്ടു അല്ലെ, ആഫ്രിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡം, ആഫ്രിക്ക എന്ന ഭൂഖണ്ഡവും ഈ സൗത്ത് അമേരിക്ക, തെക്കേ അമേരിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡവും കൃത്യമായിട്ട് ചേർത്ത് വെക്കാൻ പറ്റും. ഈ അരികുകൾക്ക് നല്ല ചേർച്ചയാണ്, ഭൂഖണ്ഡങ്ങളുടെ എല്ലാ അരികുകൾക്ക് നല്ല ചേർച്ചയാണ്. അതുപോലെ നോർത്ത് അമേരിക്കനെ തന്നെ ഇങ്ങോട്ട് എടുത്ത് വെക്കാം, നോർത്ത് അമേരിക്കനെ കൃത്യം ആഫ്രിക്കയുടെ ഭാഗത്തേക്ക് എടുത്തു വെക്കാം. ഈ സിദ്ധാന്തത്തെ ഈർച്ചവാൾ സിദ്ധാന്തം എന്നാണ് വിളിക്കുന്നത്. എല്ലാ ഭൂഖണ്ഡങ്ങളും, ഇന്നിരിക്കുന്ന എല്ലാ ഭൂഖണ്ഡങ്ങളും നമ്മൾ ആ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് എല്ലാത്തിനെയും ഒന്നൊന്നിനോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കൃത്യം അവരെല്ലാം ആ ഒരു അതിരിൽ മാച്ച് ആവും. ഇതാണ് ഈർച്ചവാൾ സിദ്ധാന്തം. രണ്ട്, സമുദ്രത്തിന്റെ ഇരു കരകളിലെയും ശിലകളുടെ സമപ്രായം. ഉദാഹരണത്തിന് നമുക്കൊരു സമുദ്രം എടുക്കാവേ. ഏതാ സമുദ്രം? ആദ്യത്തെ ചിത്രത്തിലെ ഏതെങ്കിലും ഒരു സമുദ്രം എടുക്കുന്നു, അറ്റ്ലാന്റിക് സമുദ്രം എടുക്കുന്നു. ഇതാണല്ലോ അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇതല്ലേ അറ്റ്ലാന്റിക് ഓഷ്യൻ, കണ്ടില്ലേ? ഈ അറ്റ്ലാന്റിക് ഓഷ്യന്റെ ഇരുകരകൾ, അതായത് ആഫ്രിക്കയുടെ ഈ ഭാഗത്ത്, അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയുടെ ഈ ഭാഗത്ത്, ഈ ഭാഗത്തൊക്കെയുള്ള ഫോസിലുകൾക്ക് ഏകദേശം സമപ്രായമാണ്, ഒരേ പ്രായമാണ്, ഒരേ ഘടനയാണ്. ഇതെന്താ അർത്ഥമാക്കുന്നത്? ഇവർ രണ്ടുപേരും ഒരു കാലത്ത് ഒന്നായിരുന്നു എന്നുള്ള സൂചനയല്ലേ തരുന്നത്? ഇവിടെയുള്ള പല ഫോസിലുകളും നമുക്ക് എവിടുന്ന് കിട്ടുന്നുണ്ട്? ഇവിടുന്ന് കിട്ടുന്നുണ്ട് അല്ലെ? അതുപോലെ ഇവിടെയുള്ള പല ഫോസിലുകളും, യൂറോപ്പിന്റെ ഈ ഭാഗത്തുള്ള പല ഫോസിലുകളും നമുക്ക് ഇതിന്റെ ഇവിടെ നോർത്ത് അമേരിക്കയുടെ ഈ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ ഭൂഖണ്ഡങ്ങളെല്ലാം ഒന്ന് ചേർന്നായിരുന്നു സ്ഥിതി ചെയ്തത് എന്നതിന്റെ ഒരു സൂചനയല്ലേ? ആദ്യത്തെ എന്തായിരുന്നു? ഈർച്ചവാൾ സിദ്ധാന്തം. ഈ പറഞ്ഞ അരികുകൾക്ക്, ആഫ്രിക്കയുടെ ഈ അരികിനും അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയുടെ, തെക്കേ അമേരിക്കയുടെ ഈ അരികിനും കൃത്യമായി ഇവരെ ഇങ്ങോട്ട് ചേർത്ത് വെക്കാൻ പറ്റും. അതിന് രണ്ടിനും കൃത്യമായ ഒരു ചേർച്ചയുണ്ട്, ഈ അരികുകൾക്കൊരു ചേർച്ചയുണ്ട്. രണ്ട്, ഈ അരികുകളിലുള്ള ഫോസിലുകളുടെയൊക്കെ സമപ്രായം. ഇനി എന്താണ് അടുത്തത്? ടില്ലൈറ്റ് നിക്ഷേപങ്ങൾ. എന്താണ് ടില്ലൈറ്റ് നിക്ഷേപങ്ങൾ എന്നറിയപ്പെടുന്നത്? ടില്ലൈറ്റ് നിക്ഷേപങ്ങൾ അറിയാവോ? ഹിമാനികളില്ലേ, ഹിമാനികൾ, ഹിമാനികളുടെ നിക്ഷേപങ്ങളാണ് ഈ ടില്ലൈറ്റ്, അല്ലെങ്കിൽ ഹിമാനികൾ കൊണ്ടുവന്ന അവസാദങ്ങളെല്ലാം കൂടെ ചേർന്നുണ്ടാകുന്ന അവസാദ ശിലകളെയാണ് നമ്മൾ ടില്ലൈറ്റ് നിക്ഷേപങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വൻകരകളുടെയൊക്കെ ഇരുകരകളിലും ഒരേ ഘടനയിലുള്ള ടില്ലൈറ്റ് നിക്ഷേപങ്ങൾ കണ്ടെത്താൻ സാധിച്ചു. അല്ലെങ്കിൽ രണ്ട് ഭാഗത്തും ടില്ലൈറ്റ് നിക്ഷേപങ്ങളുടെ സാന്നിധ്യമുണ്ട്. അല്ലെങ്കിൽ ഹിമാനികൾ ഒഴുക്കിക്കൊണ്ടുവന്ന അവസാദങ്ങൾ, തിങ്ങി നിറഞ്ഞ് രൂപപ്പെട്ട അവസാദ ശിലകൾ നമുക്ക് പല ഭൂഖണ്ഡങ്ങളുടെ അരികുകളിൽ നിന്ന് കിട്ടി. ഏകദേശം ഒരേ ഘടനയുള്ള ഇത്തരത്തിലുള്ള ടില്ലൈറ്റ് നിക്ഷേപങ്ങൾ. രണ്ട്, പ്ലേസർ നിക്ഷേപങ്ങൾ. എന്താണ് പ്ലേസർ നിക്ഷേപങ്ങൾ? ഉറവിട ശിലകൾ ഇല്ലാതെ തന്നെ നമുക്ക് ഗോൾഡ്, സ്വർണം കാണപ്പെടുന്നതിനെയാണ് നമ്മൾ പ്ലേസർ നിക്ഷേപങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ പ്ലേസർ നിക്ഷേപങ്ങളുടെ സാന്നിധ്യം വൻകര, ഈ ആഫ്രിക്കയുടെ പടിഞ്ഞാറ് വശവും അതേപോലെ തന്നെ സൗത്ത് അമേരിക്കയുടെ കിഴക്ക് വശവും, ഇതാണല്ലോ സൗത്ത് അമേരിക്ക, തെക്കേ അമേരിക്ക, സൗത്ത് അമേരിക്കയുടെ കിഴക്ക് വശവും അതുപോലെ തന്നെ ആഫ്രിക്കയുടെ ഈ പടിഞ്ഞാറ് വശം കണ്ടോ, ഇവിടവും എല്ലാം നമുക്ക്
ഈ പ്ലേസർ നിക്ഷേപങ്ങളുടെ സാന്നിധ്യമുള്ളതായിട്ട് കണ്ടെത്തി. ദാറ്റ് മീൻസ് ഇവർ ഒന്നായിരുന്നു എന്നുള്ള സൂചനയാണ് പിന്നെയും തരുന്നത് അല്ലേ. ഇവിടെ ഈ അരികുകളിൽ എന്തുണ്ട്? ടില്ലേറ്റ് നിക്ഷേപം ഉണ്ടെന്ന് കണ്ടെത്തി. അതെന്താണ്? ഇതിന്റെ ഇവരെല്ലാം ഒന്നു ചേർന്നായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് നോർത്ത് അമേരിക്ക അതേപോലെ തന്നെ യൂറോപ്പ്, ഇതിന്റെയൊക്കെ യൂറോപ്പിന്റെ ഈ ഭാഗത്തും നോർത്ത് അമേരിക്കയുടെ ഈ ഭാഗത്തും ധാരാളം ടില്ലേറ്റ് നിക്ഷേപങ്ങൾ കണ്ടെത്തി. ദാറ്റ് മീൻസ് ഇവർ ഒന്നായിരുന്നു എന്നുള്ള സൂചനയാണ് അവിടെ തരുന്നത്. ആഫ്രിക്കയുടെയും തെക്കേ അമേരിക്കയുടെയും കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്ലേസർ നിക്ഷേപങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തി. ഒന്നായിരുന്നുള്ള സൂചനയാണ് തരുന്നത്. അതുപോലെ തന്നെ സമുദ്രത്തിന്റെ ഇരുകരകളിലും കണ്ടോ, നടുക്ക് സമുദ്രമുണ്ട്, ഇരുകരകളിലുള്ള ശിലകളുടെ അതുപോലെ തന്നെ ഫോസിലുകളുടെയൊക്കെ സമപ്രായം, അവയുടെയൊക്കെ ഒരേ ഘടന, ഇതൊക്കെ വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന് അനുകൂല തെളിവുകളായിരുന്നു, അല്ലെങ്കിൽ അനുകൂല പ്രൂഫ്സ് ആയിരുന്നു. 1964 ബുള്ളാർഡ് എന്ന ശാസ്ത്രജ്ഞൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുടെ സഹായത്തോടെ ആഫ്രിക്ക, സൗത്ത് അമേരിക്ക എന്നീ വൻകരകളുടെ അരികുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഭൂപടം തയ്യാറാക്കിയുണ്ടായി. കണ്ടോ, ഇതാണ് ആഫ്രിക്ക, കാണാമല്ലോ. അതുപോലെ ഇതാണ് സൗത്ത് അമേരിക്ക. ഇവരുടെ അരികുകൾ ചേർത്ത് വെച്ച് ഒരു ഭൂപടം തയ്യാറാക്കിയപ്പോൾ കൃത്യം ഒരു ചെറിയ മിസ്മാച്ച് പോലും ഇല്ല, ഒരു ചെറിയ പ്രശ്നം പോലും ഇല്ല. ഒന്നിനോട് ഇങ്ങനെ ചേർത്ത് നമുക്ക് വെക്കാൻ പറ്റും. അങ്ങനെ ഈ ബുള്ളാർഡ് എന്ന സയന്റിസ്റ്റിന്റെ ഈ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ സഹായത്തോടെ ഭൂപടങ്ങളെ ചേർത്ത് വെച്ചത് കുറച്ചും കൂടെ വൻകര വിസ്ഥാപന സിദ്ധാന്തത്തെ അനുകൂല ഘടകമായി മാറി, അതിന്റെ തെളിവുകളുടെ അനുകൂല ഘടകമായി മാറി. ഇനി എന്തുകൊണ്ടാണ് പാൻജിയ പൊട്ടിപ്പിളർന്ന് ബ്രേക്ക് ചെയ്ത് പല ദിശയിലേക്ക് ചലിച്ചത്? ആ ചലനത്തിന് കാരണമായ ബലം എന്താണെന്നാണ് അടുത്തത് വ്യക്തത പറഞ്ഞത്. ധ്രുവോന്മുഖ ചലനബലം, അതായത് പോളാർ സൈഡിലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടായി. ആർക്ക്? ഇപ്പൊ ഇത് കണ്ടോ, ഇത് ഭൂമിയാണ്, ഇത് ധ്രുവം, ഇത് മറ്റൊരു ധ്രുവം, 2 ധ്രുവങ്ങളല്ലേ ഉള്ളത്. ഇതാണ് പാൻജിയ. അപ്പൊ പാൻജിയയുടെ ഒരു ഭാഗത്തിന് ഇങ്ങോട്ടും അട്രാക്ഷൻ ഉണ്ടായതിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ അങ്ങോട്ടൊരു ആകർഷണ ബലം ഉണ്ടായതിന്റെ ഫലമായിട്ട് ഇവിടുന്ന് ഇത് പൊട്ടിപ്പോയി നടുക്കുന്നു. ഒന്ന് അത് പറഞ്ഞു. കണ്ടോ, ധ്രുവോന്മുഖ ചലനബലവും വേലിബലം എന്ന് വെച്ചാൽ എന്താണ്? ടൈഡ് അല്ലെ, സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണബലം അല്ലേ വേലികൾ ഉണ്ടാകുന്നത്. അപ്പൊ ഈ പറഞ്ഞ സൂര്യചന്ദ്രന്മാരുടെ ആകർഷണം, അതാണ് വേലിബലം എന്ന് പറയുന്നത്. സൂര്യചന്ദ്രന്മാരുടെ ആകർഷണം ഒക്കെയാണ് വൻകരകളുടെ ചലനത്തിന് കാരണമായതെന്ന് വെഗ്നർ വിശദീകരിച്ചു. ഇനി വൻകരകൾ മുറിഞ്ഞു നീങ്ങിയത് ഭൂമിയുടെ ഭ്രമണം മൂലമാകാം എന്നാണ് അദ്ദേഹത്തിന്റെ നിഗമനം. ഭൂമിയുടെ റൊട്ടേഷൻ കാരണമാണ്. ഭൂമി ഇവിടുന്ന് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് ഇങ്ങനെ കറങ്ങുന്നുണ്ടല്ലോ, സ്വന്തം അച്ചുതണ്ട് ഇത് കറങ്ങുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഭൂമിയുടെ ഭ്രമണമാകാം ഇത് മുറിഞ്ഞ് നീങ്ങിയത്, പലയിടത്തേക്ക് ചലിച്ചത്, നീങ്ങിയത്, മൂവ് ചെയ്തത് ആകാം അല്ലെ, ഇതാകാം എന്ന് അദ്ദേഹം നിഗമനം വെച്ചു. പിന്നെ അടുത്തത്, ചന്ദ്രനും സൂര്യനും ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ഗുരുത്വാകർഷണ ബലമാണ് വേലികൾക്ക് കാരണം. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ ചന്ദ്രന്റെയും സൂര്യന്റെയും ഭൂമിയുടെ ഉപരിതലത്തിൽ ചെലുത്തുന്ന ആ ഒരു ഗുരുത്വാകർഷണ ബലം ഉണ്ടല്ലോ, അത് ചലനത്തിന് കാരണമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു. അപ്പം അദ്ദേഹം ചലനത്തിന് കാരണമായിട്ട് പറഞ്ഞത് എന്തൊക്കെയാണ്? ഇത് 3 നിങ്ങൾ ഓർത്തു വെക്കണം. എന്തൊക്കെയാണ് ഈ പറഞ്ഞ ചലനത്തിന് കാരണമായിട്ട് പറഞ്ഞത്? ഒന്ന് ധ്രുവോന്മുഖ ബലം, രണ്ടാമത്തെ എന്താണ് അദ്ദേഹം പറഞ്ഞത്? രണ്ടാമത്തത് വേലിബലം. രണ്ടാമത്തെ എന്താ പറഞ്ഞ? വേലിബലം അല്ലെ, വേലിബലം. രണ്ടാമത്തത് വേലിബലം. ഇതിനിവിടെ കേട്ടോ. മൂന്നാമത്തെ എന്താ അദ്ദേഹം പറഞ്ഞത്? ഭൂമിയുടെ ഭ്രമണം അല്ലെ, ഭൂമിയുടെ ഭ്രമണം. ഇത്രയും കാര്യങ്ങളാണ് വൻകരകളുടെ പൊട്ടലിനും ചലനത്തിനും കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത്. ഈ ബലം വൻകരകളുടെ വിഭജനത്തിനും വിസ്ഥാപനത്തിനും കാരണമാകുമെന്നും അദ്ദേഹം വിശ്വസിച്ചു, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. എന്നാൽ ഇവിടെ തൊട്ട് തുടങ്ങുവാണേ. എന്നാൽ ശാസ്ത്രലോകം മേൽ പറഞ്ഞ 2 ബലങ്ങളും, അതായത് ധ്രുവോന്മുഖ ബലവും വേലിബലവും ഒന്നും എന്തിനു കാരണമാകുന്നില്ല? ഇത്രയും വലിയ വൻകരകളെ പൊട്ടിക്കുന്നതിനും ചലിപ്പിക്കുന്നതിനും തീരെ അപര്യാപ്തമാണ്. ഈ പറഞ്ഞ 2 ബലങ്ങളും തീരെ അപര്യാപ്തമാണ് എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നു. ഇവിടെ തൊട്ട് പ്രശ്നം തുടങ്ങുക. വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന് എതിരെ വരും ആളുകൾ. എന്തുകൊണ്ടാ? ഈ പറഞ്ഞ വെഗ്നർ പറഞ്ഞു വെച്ച പല തെളിവുകളും, അല്ലെങ്കിൽ പല ബലങ്ങളും, ചലനത്തിന് കാരണമായ പല ബലങ്ങളും അപര്യാപ്തമാണ്. എന്തിന്? വൻകരകൾ പൊട്ടി അടർന്ന് പല ഭാഗത്തേക്ക് പോകാൻ ഈ പറഞ്ഞ സാധനങ്ങൾ അപര്യാപ്തമാണെന്ന്, ഈ പറഞ്ഞ ബലങ്ങൾ അപര്യാപ്തമാണെന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നു ശാസ്ത്രലോകം. അതിന് ഈ വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന് ശേഷം കുറച്ച് പഠനങ്ങൾ കൂടി നടന്നു ഭൂമിയിൽ. എന്താണ്? 2ാം ലോകമഹായുദ്ധാന്തര കാലത്ത്, അതായത് ഒരു 1945 ശേഷമാണ്, കടലിന്റെ അടിത്തട്ടിനെ സംബന്ധിച്ച് അനേകം പുത്തൻ അറിവുകൾ ഭൂമിക്ക് ലഭിച്ചു, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചു. ഇതും വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന്റെ എതിരെ ആളുകൾ തിരിയാൻ കാരണമായി. കാരണം കടലിനടിയിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സർവേ നടത്തിയപ്പോഴത്തേക്ക് ഭൂഖണ്ഡങ്ങൾക്ക് ഇത്തരത്തിൽ പൊട്ടി അടർന്ന് മാറാൻ പറ്റത്തില്ല. എങ്ങനെയാണ് ഇത്രയും വലിയ ഭൂഖണ്ഡങ്ങൾ ഇങ്ങനെ പൊട്ടി പല ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചത്, ചലിച്ചത്?
തുടങ്ങിയ സംശയങ്ങൾ ആളുകൾക്ക് വരാൻ തുടങ്ങി. കാരണം കടലിൻ്റെ അടിത്തട്ടിൽ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഭൂമിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ഭൂമിയിൽ നടക്കുന്ന ആന്തരിക പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെയുള്ള തെളിവുകൾ നമുക്ക് കടലിനടിയിൽ നിന്ന് കിട്ടും. ഇനി 2, ഭൂമിയുടെ ഉപരിതലം ഉൾപ്പെടെയുള്ള കരപാളി സ്ഥിതി ചെയ്യുന്നത് ശിലാമണ്ഡലത്തിലാണെന്നും അവ ഒന്നിച്ചല്ല മറിച്ച് പൊട്ടിപ്പിളർന്ന് പല കഷ്ണങ്ങളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും മനസ്സിലാക്കി. ഇവയെ ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് വിളിച്ചു. അപ്പം വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന് ശേഷം കടലിനടിയിൽ നടന്ന പല പഠനങ്ങളും ഒരു കാര്യം കൂടെ, പുതിയൊരു പഠനം കൂടെ, പുതിയൊരു തെളിവും കൂടെ, അല്ലെങ്കിൽ എന്താണ്, നമുക്ക് പുതിയൊരു അറിവും കൂടെ തന്നു. അതായത് നമ്മൾ കാണുന്ന ഈ പറഞ്ഞ ഭൂമിയുടെ ഉപരിതലം സ്ഥിതി ചെയ്യുന്നത് ഉപരിതലം ഉൾപ്പെടെയുള്ള കരപാളി സ്ഥിതി ചെയ്യുന്നത് ശിലാമണ്ഡലം എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്താണ്. ശിലാമണ്ഡലം. അതായത് ഭൂമിയുടെ ഘടനയെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇതുണ്ട്, ഇത് ഭൂമിയുടെ ഉപരിതലം. ഭൂമിയുടെ ഉപരിതലത്തിന് താഴേക്ക് ആദ്യത്തെ പാളി ഏതാണ്? അതിന്റെ പേരാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിന് താഴെയായിട്ട് അടുത്ത പാളി, അതിന്റെ പേരാണ് മാൻഡിൽ. ഈ ഭൂവൽക്കം മുഴുവൻ ഖരാവസ്ഥയിലാണ്. അതിന് താഴെയുള്ള മാൻഡിലിന്റെ ഉപരിഭാഗവും ഖരാവസ്ഥയിലാണ്. ഇവരെ രണ്ടുപേരെ കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ശിലാമണ്ഡലം. അതുകൊണ്ടാണ് പറഞ്ഞ ഭൂമിയുടെ ഉപരിതലം ഉൾപ്പെടുന്ന കരപാളി ശിലാമണ്ഡലത്തിലാണ് എന്ന് പറഞ്ഞത്, ഇവിടെ പറഞ്ഞു വെച്ചത്. ഇതിന് താഴെയായിട്ട് എന്തുണ്ട്? അസ്തനോസ്ഫിയർ ഉണ്ട്. ഇതിന് താഴോട്ട് അസ്തനോസ്ഫിയർ, അവിടെയാണ് മാഗ്മ ഉള്ളത്. ഈ പറഞ്ഞ ശിലാമണ്ഡലം, നിങ്ങൾ ഈ പറഞ്ഞ ഈ ഖരപാളി ഉണ്ടല്ലോ, ഈ ഖരപാളി, സോളിഡ് ആയിട്ടുള്ള പാളി, ഇത് പൊട്ടി അടർന്ന് പല കഷ്ണങ്ങളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഒരു കോഴിമുട്ടയുടെ പുറന്തോട് നിങ്ങളൊന്ന് സങ്കല്പിച്ചേ. അത് കോഴിമുട്ട പുഴുകാൻ നേരത്ത് നമ്മളത് പുറന്തോടിങ്ങനെ വിണ്ട് കീറത്തില്ല, നമ്മളിങ്ങനെ മുട്ടിക്കുമ്പോൾ വിണ്ട് കീറത്തില്ല, അങ്ങനെ പല പല പീസുകളായി മാറത്തില്ല. ഇതേപോലെയാണ് ഭൂമിയുടെ പുറന്തോടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഭൂമിയുടെ ഉപരിതലവും അതിന് താഴോട്ടുള്ള ഖരപാളിയും സ്ഥിതി ചെയ്യുന്നത് മാഗ്മയ്ക്ക് മുകളിലാണ്, അസ്തനോസ്ഫിയറിന് മുകളിലാണ്. ഈ ഖരപാളിയെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഈ ഖരപാളി പൊട്ടി അടർന്ന് പല കഷ്ണങ്ങളായിട്ട് ഇരിക്കുന്നത്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെക്ടോണിക് പ്ലേറ്റ്സ്. എന്താ വിളിക്കുന്നത്? ടെക്ടോണിക് പ്ലേറ്റ്സ്. ഈ പറഞ്ഞ കാര്യങ്ങൾ വഴി, അതായത് കടലിനടിയിൽ നടത്തിയ പഠനങ്ങൾ വഴി, ശിലാമണ്ഡലം കണ്ടെത്തിയത് വഴി, ശിലാമണ്ഡലമൊക്കെ ഉണ്ട്, അതിന് താഴെ മാഗ്മ ഉണ്ടെന്നൊക്കെയുള്ള കണ്ടെത്തലുകൾ വന്നല്ലോ. ഈ പറഞ്ഞ കാര്യങ്ങൾ വഴി വെഗ്നർ പറഞ്ഞ പോലെ വൻകരകളല്ല, മറിച്ച് വൻകരകൾ ഉൾപ്പെട്ടിരിക്കുന്ന ഫലകങ്ങളാണ് ചലിക്കുന്നത് എന്ന കണ്ടെത്തലിലേക്ക് ശാസ്ത്രലോകത്തെ നയിച്ചു. അപ്പൊ എന്തുകൊണ്ടാണ് വെഗ്നറിന്റെ തിയറി നിരാകരിക്കപ്പെട്ടത്? വെഗ്നർ പറഞ്ഞത് ഭൂഖണ്ഡങ്ങളാണ് ചലിച്ചത് എന്നാണ്. ഭൂഖണ്ഡങ്ങൾ പൊട്ടിയടർന്ന് പല ദിശയിലേക്ക് ചലിച്ചു എന്നാണ് ആര് പറഞ്ഞത്? വെഗ്നർ പറഞ്ഞത്. അത്തരത്തിൽ ഭൂഖണ്ഡത്തിനോ വൻകരയ്ക്കോ വെഗ്നർ പറഞ്ഞതുപോലെ പൊട്ടി ചലിക്കാൻ പറ്റത്തില്ല. കാരണം വൻകരകൾ ഇരിക്കുന്നത് ഒരു പ്ലേറ്റിലാണ്, ഒരു ഫലകത്തിലാണ്. കണ്ടോ? ഒരു ഫലകത്തിലാണ്. വൻകരകളല്ല, ഈ ഫലകങ്ങളാണ് ചലിക്കുന്നത്. എന്തുകൊണ്ട്? അതിനടിയിൽ അത് മാഗ്മയ്ക്ക് മുകളിലായതുകൊണ്ട്, മാഗ്മ ചെലുത്തുന്ന ചൂട് കൊണ്ട്, മാഗ്മയിൽ നിന്നുള്ള സംവഹനം കാരണം ഈ ഫലകങ്ങളാണ് ചലിക്കുന്നത്. ഫലകങ്ങൾ ചലിക്കുമ്പോൾ ഫലകങ്ങളുടെ മുകൾ ഭാഗമായ വൻകരകളും ചലിക്കുന്നു. അല്ലാതെ വൻകരകൾക്ക് ഒറ്റയ്ക്ക് ചലിക്കാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് ഇത് ഒരു വൻകരയാണെന്ന് കരുതുക, ഭൂമിയുടെ പുറന്തോടാന്ന് വിചാരിക്കുക. അതിന് താഴെയായിട്ട് എന്തുണ്ട്? നമ്മുടെ ഈ പറഞ്ഞ ശിലാമണ്ഡലമുണ്ട്. ഇത് ഭൂഖണ്ഡം, അതിന് താഴെ ഇത് മൊത്തം കൂടെ ചേരുന്നതാണ് ശിലാമണ്ഡലം. ഓക്കെ, ഭൂഖണ്ഡവും ഇതിന്റെ ഇവിടം വരെയാണ് ശിലാമണ്ഡലം. ഓക്കെ, ഈ ഭൂഖണ്ഡത്തിന് മാത്രമായിട്ട് ഇവർ ഒന്നിച്ചിരിക്കുമ്പോൾ ഭൂഖണ്ഡത്തിന് മാത്രമായിട്ട് ചലിക്കാൻ പറ്റുമോ? ഇല്ല, ഇവർക്ക് ഒന്നിച്ച് ചലിക്കാം. കാരണം ഇതിന് താഴെ മാഗ്മയുണ്ട്, ശിലാമണ്ഡലത്തിന് താഴെ മാഗ്മയുണ്ട്. ഈ മാഗ്മയിൽ നിന്നുള്ള അത്യുഗ്രമായ താപം ഇവരെ മൊത്തത്തിൽ ചലിപ്പിക്കുന്നു. ഇത് കാരണം ആധുനിക വൈദ്യശാസ്ത്ര ആൽഫ്രഡ് വെഗ്നറുടെ വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്ന ആശയത്തെ നിരാകരിക്കാൻ ഇടയായി. അങ്ങനെ പുതിയ സിദ്ധാന്തം രൂപം കൊണ്ടു. അതാണ് ഫലകചലന സിദ്ധാന്തം. വൻകര വിസ്ഥാപന സിദ്ധാന്തം നിരാകരിക്കപ്പെട്ടപ്പോൾ ആ പറഞ്ഞ സിദ്ധാന്തത്തിന്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് വന്ന പുതിയ സിദ്ധാന്തമാണ് ഇത്, ഫലകചലന സിദ്ധാന്തം. നോക്കി, ഇവിടെ ഇത്ര നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു ഒറ്റ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാവും. ഭൂമിയുടെ ഏറ്റവും ഉപരിതലത്തിൽ നിന്ന് ഏറ്റവും കേന്ദ്രത്തിലേക്കുള്ള ഒരു കൃത്യമായ പിക്ചറൈസേഷനാണ് ഇവിടെ കാണുന്നത്. ഇത് കണ്ടോ? ഇത് ഈ കോണ്ടിനെന്റൽ പ്ലേറ്റ് എന്ന് എഴുതിയേക്കുന്നത് കണ്ടോ? ഇതാണ് ഭൂമിയിലെ വൻകരകളുടെ ഭാഗം. ഇതിനെ നമുക്ക് സിയാൽ എന്ന് വിളിക്കാം. സമുദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗം കണ്ടോ? അതിനെ നമുക്ക് സിമ എന്ന് വിളിക്കാം. അതിന് താഴോട്ടുള്ള ഓറഞ്ച് ഭാഗം കണ്ടോ? ഇതാണ് മാൻഡിലിന്റെ. ഈ സിയാലും സിമയും കൂടെ ചേരുന്നതാണ്, സിയാലും സിമയും കൂടെ ചേരുന്നതാണ് ഭൂവൽക്കം. അതിന് താഴോട്ടുള്ള ഈ ഓറഞ്ച് പോർഷൻ കണ്ടോ? ഇതാണ് റിജിഡ് ആയിട്ടുള്ള ഖരരൂപത്തിലുള്ള മാൻഡിലിന്റെ ഉപരിഭാഗം. അതിന് താഴോട്ടുള്ള റെഡ് കളർ കണ്ടോ? റെഡ് കളർ, ഈ പ്രദേശമാണ് മാഗ്മ. ഈ മാഗ്മയിൽ നിന്നുള്ള ചൂടാണ്. ഇതാണ് അസ്തനോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. ആ റെഡ് കളർ പോർഷനാണ് നമ്മൾ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഈ അസ്തനോസ്ഫിയറിൽ മാഗ്മയുണ്ട്. ഈ മാഗ്മ ഇങ്ങനെ ചൂട് മുകളിലേക്ക് ഉയരും. ഈ മാഗ്മയിൽ താഴെയുള്ള ചൂട് പിടിച്ച വസ്തുക്കൾ മുകളിലേക്ക് പ്രവഹിക്കുന്നതിന് ഫലമായിട്ടാണ്
ഈ പറഞ്ഞ ഭൂവൽക്കവും അല്ലെങ്കിൽ നമ്മുടെ ഉപരിമാന്റിലും കൂടെ ചേരുന്ന ശിലാമണ്ഡലം ചലിക്കുന്നത്. അല്ലാതെ സിയാലിനെ മാത്രം ചലിപ്പിക്കാൻ പറ്റത്തില്ല, കോണ്ടിനെന്റിനെ മാത്രം ചലിപ്പിക്കാൻ പറ്റത്തില്ല. മൊത്തത്തിൽ ഇവര് ഈ പറഞ്ഞ ശിലാമണ്ഡലം മൊത്തത്തിലാണ് ചലിക്കുന്നത് എന്നൊരു പുതിയ സിദ്ധാന്തം ഭൂമിയിലേക്ക് വരികയുണ്ടായി. അതാണ് നമ്മുടെ ബലകചലന സിദ്ധാന്തം. ഓക്കെ അല്ലേ? അപ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ അപ്പർ ക്രസ്റ്റ് എന്ന് എഴുതിയേക്കുന്നതാണ് സിയാല്, അതിന് താഴെയുള്ളതാണ് ലോവർ ക്രസ്റ്റ്, ഇതാണ് സിമ അല്ലേ? കണ്ടോ, ഇതാണ് സിമ. ഈ ഒരു പോർഷൻ സമുദ്രത്തിന്റെ അടിത്തട്ട് കണ്ടോ, ആ ഭാഗത്ത് സമുദ്രത്തിന്റെ ഭൂവൽക്കത്തെയാണ് സിമ എന്ന് വിളിക്കുന്നത്. വൻകരകളുടെ ഭൂവൽക്കമാണ് സിയാൽ എന്നറിയപ്പെടുന്നത്. എന്താണെന്നറിയപ്പെടുന്നത്? സിയാൽ എന്നറിയപ്പെടുന്നത്. അതിന് താഴെ മാൻഡിലുണ്ട്. മാൻഡിലിന്റെ കുറച്ച് ഭാഗം, മുകൾ ഭാഗം എന്ന് പറയുന്നത്, മാൻഡിലിന്റെ ഉപരിഭാഗം എന്ന് പറയുന്നത് എന്താണ്? മാൻഡിലിന്റെ ഉപരിഭാഗം എന്ന് പറയുന്നത് ഖരരൂപത്തിൽ സോളിഡ് ആണ്. അതിനും താഴെയാണ് ഇനി എന്തുള്ളത്? മാഗ്മയുള്ളത്. ഈ മാഗ്മയ്ക്ക്, ഈ താഴെ കിടക്കുന്ന മാഗ്മയ്ക്ക് മുകളിലാണ് ഈ പറഞ്ഞ ശിലാമണ്ഡലം ഇരിക്കുന്നത്. അപ്പൊ ആരൊക്കെ ചേരുന്നതാണ് ശിലാമണ്ഡലം? ഈ സിയാലും സിമയും ഉൾപ്പെടുന്ന ഭൂവൽക്കവും അതിന് താഴോട്ടുള്ള ഉപരിമാൻഡിലും ചേരുന്ന ഖരരൂപത്തിലുള്ള പ്രദേശമാണ് ഏത്? ശിലാമണ്ഡലം. ഈ ശിലാമണ്ഡലമാണ് മാഗ്മയ്ക്ക് മുകളിലൂടെ ചലിക്കുന്നത് എന്ന് പറഞ്ഞ സിദ്ധാന്തമാണ് ബലകചലന സിദ്ധാന്തം. ഇത് എന്താണ് ബലകചലന സിദ്ധാന്തം? കൃത്യമായിട്ട് പറയുന്നു. ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ടെക്ടോണിക് ഫലകങ്ങൾ അസ്തനോസ്ഫിയറിലൂടെ തെന്നി മാറുന്നു. അസ്തനോസ്ഫിയറിൽ മാഗ്മയുണ്ട്. മാഗ്മ ചൂട് പിടിച്ച് ഉയരുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ തെന്നി മാറുന്നത് എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തം. ബലകചലന സിദ്ധാന്തം വികസിപ്പിച്ചത് ആരൊക്കെയാണ്? വില്യം മോർഗൻ, മക്കൻസി, പാർക്കർ, ടൂസോ വിൽസൺ തുടങ്ങിയവരാണ് ബലകചലന സിദ്ധാന്തം വികസിപ്പിച്ചത്. അർദ്ധദ്രവാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? സെമി മോൾട്ടൺ, പകുതി ഉരുകിയ അർദ്ധദ്രവാവസ്ഥയിലുള്ള അസ്തനോസ്ഫിയറിന് മുകളിലാണ് ശിലാമണ്ഡല ഫലകങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ഉരുകിയ ദ്രവാവസ്ഥയിലുള്ള ശിലകൾ അഥവാ മാഗ്മ നിരന്തരം ഇങ്ങനെ മുകളിലോട്ട് ഉയരുന്നതിന്റെ ഫലമായിട്ട് സംവഹനത്തിന് വിധേയമാകുന്നത് കൊണ്ട് അതിന് മുകളിലുള്ള ശിലാമണ്ഡല ഫലകങ്ങൾ അല്ലെ, ഇതിങ്ങനെ മുകളിലോട്ട് ഉയരുന്നതിന് ഫലമായിട്ട് ശിലാമണ്ഡല ഫലകങ്ങൾ, ഇതൊരു ശിലാമണ്ഡല ഫലകമാണ്, അത് ചലിക്കുന്നു. ഉണ്ടോ? ഈ താഴെയുള്ള മാഗ്മ ചൂട് പിടിച്ച് നിരന്തരം മുകളിലോട്ട് ഉയരുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മളൊരു പാത്രം എടുത്ത് ഇങ്ങനെ വെക്കുന്നേ. പാത്രത്തിൽ വെള്ളമുണ്ട്, അതിന് മുകളിൽ ഒരു അടപ്പ് വെക്കുന്നു. കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് ഇത് ചൂടാക്കുന്നു. ചൂട് പിടിച്ച് കഴിയുമ്പം ഈ വാട്ടർ വേപ്പർ മുകളിലോട്ട് ഉയരുന്നത് വഴി ഈ പാത്രം അവിടെ നിന്ന് നീങ്ങത്തില്ലേ? ഇതേപോലെ ചൂട് പിടിച്ച മാഗ്മ ഉയരുന്നത് വഴി ശിലാമണ്ഡല ഫലകങ്ങൾ ചലിക്കുന്നു അല്ലേ? അവ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ശിലാമണ്ഡല ഫലകങ്ങളെ ചലിപ്പിക്കും. ഇതാണ് ബലകചലന സിദ്ധാന്തം. ഇത് കാരണമാണ് ശിലാമണ്ഡല ഫലകങ്ങൾ, ഈ പരിപാടി കാരണമാണ്, ഈ സംവഹനം കാരണമാണ് ശിലാമണ്ഡല ഫലകങ്ങൾ ചലിക്കുന്നത്. കണ്ടോ? ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിലുള്ള പല ഫലകങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ പസഫിക് പ്ലേറ്റ് എന്ന് എഴുതിയേക്കുന്നത് കണ്ടോ? പസഫിക് സമുദ്രം മുഴുവൻ ഈ ഒരു ഫലകത്തിലാണ് വരുന്നത്. കണ്ടോ? ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫലകം എന്ന് പറയുന്നത്, പസഫിക് ഫലകം. കണ്ടോ? ഇത് സൗത്ത് അമേരിക്കൻ ഫലകം. കണ്ടോ? നോർത്ത് അമേരിക്കൻ ഫലകം. ഫലകങ്ങളെ കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടി ബലകചലന സിദ്ധാന്തത്തിലൂടെ. വെക്നർ ഫലകങ്ങളെ പറ്റി പറഞ്ഞോ? ഇല്ല. വെക്നർ ആകെ പറഞ്ഞത് കോണ്ടിനെന്റ്സിനെ, ഭൂഖണ്ഡങ്ങളെ പറ്റിയാണ് പറഞ്ഞത് അല്ലേ? ഇവിടെ ഫലകങ്ങളെ പറ്റിയുള്ള അറിവും കൂടെ നമുക്ക് ബലകചലന സിദ്ധാന്തം വഴി കിട്ടുന്നു. അപ്പോൾ ശിലാമണ്ഡല ഫലകങ്ങളെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് വലിയ ഫലകം, രണ്ട് ചെറിയ ഫലകം. മേജർ പ്ലേറ്റ് എന്നും മൈനർ പ്ലേറ്റ് എന്നും രണ്ടായി തരംതിരിക്കുന്നു ശിലാമണ്ഡല ഫലകങ്ങളെ. മേജർ പ്ലേറ്റ് ഏതൊക്കെയാണ്? വലിയ ഫലകങ്ങൾ അന്റാർട്ടിക് ഫലകം, വടക്കേ അമേരിക്കൻ ഫലകം, തെക്കേ അമേരിക്കൻ ഫലകം, പസഫിക് ഫലകം. ചോദിക്കാം, ഏറ്റവും വലിയ ഫലകം ഏത്? ഏറ്റവും വലിയ പ്ലേറ്റ് ഏത്? ഏറ്റവും വലിയ ശിലാമണ്ഡല ഫലകം ഏത്? ഏറ്റവും വലിയ ടെക്ടോണിക് പ്ലേറ്റ് ഏത്? പസഫിക്. ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏത്? ഏഷ്യ. മാറിപ്പോകരുത്. ഏറ്റവും വലിയ കോണ്ടിനെന്റ് എന്ന് ചോദിച്ചാൽ ഏഷ്യ, ഏറ്റവും വലിയ ടെക്ടോണിക് പ്ലേറ്റ് എന്ന് ചോദിച്ചാൽ പസഫിക്. പിന്നെ ഓസ്ട്രേലിയൻ ഫലകം, ആഫ്രിക്കൻ ഫലകം, യൂറേഷ്യൻ ഫലകം, അങ്ങനെ ധാരാളം ഫലകങ്ങൾ, വലിയ ഫലകങ്ങൾ 7 എണ്ണമാണ് ഭൂമിയിലെ പ്രധാന ഫലകങ്ങൾ. ചെറിയ ഫലകങ്ങളാണ് അറേബ്യൻ ഫലകം, ഫിലിപ്പൈൻ ഫലകം, കരോളിൻ ഫലകം, ഫ്യൂജി ഫലകം, ജുവാൻഡി ഫൂക്ക ഫലകം, സ്കോഷ്യ ഫലകം എന്നിവ ചെറിയ ഫലകങ്ങളാണ്. ഇത്തരത്തിലുള്ള വലുതും ചെറുതുമായിട്ടുള്ള കൃത്യമായിട്ട് എണ്ണം പോലും നിർണ്ണയിക്കപ്പെടാത്ത അത്രയും അളവിൽ ധാരാളം ചെറിയ ഫലകങ്ങൾ ഭൂമിയിലുണ്ട്. അപ്പം ഈ ഫലകങ്ങളെല്ലാം കൂടെ ചേരുന്നതാണ് ഭൂമിയുടെ പുറംപാളി അല്ലെങ്കിൽ ശിലാമണ്ഡലം. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ബലകചലന സിദ്ധാന്തവും വൻകര വിസ്ഥാപന ആർക്ക് ശേഷമാണ് ബലകചലന സിദ്ധാന്തം വന്നത്? വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന് ശേഷമാണ് ബലകചലന സിദ്ധാന്തം വന്നത്. വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന് അനുകൂല തെളിവുകൾ എന്തൊക്കെയായിരുന്നു? ഓർക്കുന്നുണ്ടോ? ഈർച്ചവാൾ സിദ്ധാന്തം, ടില്ലൈറ്റ് നിക്ഷേപം, പ്ലേസർ നിക്ഷേപം, ഈ വൻകരകളുടെ കരകളിലുമുള്ള ഫോസിലുകളുടെ സമപ്രായം, സമഘടന, ഇതൊക്കെയാണ് അനുകൂല ഘടകങ്ങൾ. എന്തൊക്കെയായിരുന്നു ഈ വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിൽ ഈ ചലനത്തിന് കാരണമായ ബലമായിട്ട് പറഞ്ഞത്? ധ്രുവോന്മുഖ ബലം, പിന്നെന്താ പറഞ്ഞത്? വേലി ബലം, ഭ്രമണം, ഇതൊക്കെയാണ് പറഞ്ഞത്.
അതാണ് നിരാകരിക്കപ്പെട്ടത്. ഈ ബലങ്ങളൊന്നും വൻകരകളെ പൊട്ടി അടർത്തി പല ദിശയിലേക്ക് ചലിക്കാൻ അപര്യാപ്തമാണ് അല്ലെങ്കിൽ പര്യാപ്തമല്ല എന്നുള്ള തരത്തിൽ ആളുകൾ പുതിയ ശാസ്ത്രലോകം എത്തപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം നിരാകരിക്കപ്പെട്ടത്. പകരം എന്ത് സിദ്ധാന്തം വന്നു? പകരം വന്ന സിദ്ധാന്തമാണ് ബലകചല സിദ്ധാന്തം. ബലകചല സിദ്ധാന്തത്തിൽ വേരിബലത്തെ പറ്റിയോ ധ്രുവോന്മുഖ ബലത്തെ പറ്റിയോ ഒന്നും പറയുന്നില്ല. ഈ ഭൂഖണ്ഡങ്ങൾ ഇരിക്കുന്നത് എവിടെയാണ്? ഒരു ബലകത്തിന് മുകളിലാണ്. അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ശിലാമണ്ഡല ഫലകത്തിന്റെ മുകൾ ഭാഗമാണ് ഈ ഭൂഖണ്ഡം എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന ഒരു വസ്തു അല്ലേ? അല്ലെങ്കിൽ ആ ഒരു മേഖല എന്ന് പറയുന്നത് ഒരു ശിലാമണ്ഡലത്തിന്റെ മുകൾ ഭാഗമാണ്. ഈ ശിലാമണ്ഡലം ഇരിക്കുന്നത് മാഗ്മയ്ക്ക് മുകളിലാണ്, അസ്തനോസ്ഫിയറിന് മുകളിലാണ്. ഈ മാഗ്മ ചൂട് പിടിച്ച് മുകളിലോട്ട് നിരന്തരം സംവഹനം കൺവെക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ബലകങ്ങൾ ചലിക്കുന്നത്. ബലകങ്ങൾ ചലിക്കുമ്പോൾ അതിന് മുകളിലുള്ള വൻകരകളും നീങ്ങുന്നു. അല്ലാതെ വൻകരകൾക്ക് ഒറ്റയ്ക്ക് ഒരിടത്തോട്ടും മൂവ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ എന്ന് നമ്മൾക്ക് കൃത്യമായിട്ടുള്ള അറിവ് തന്ന സിദ്ധാന്തമാണ് ബലകചലന സിദ്ധാന്തം. പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ധാരാളം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഇവിടെ നിന്ന്. ഒത്തിരി പോയിന്റുകൾ, ഒത്തിരി പുതിയ പോയിന്റുകൾ, നമ്മൾ കേൾക്കാത്ത പഠിച്ചിട്ടില്ലാത്ത പോയിന്റുകളുള്ള ഒരു പാഠഭാഗമാണ്. NCERT ടെക്സ്റ്റിലാണ് നമുക്കിത് പഠിക്കാനുള്ളത്. +1 ടെക്സ്റ്റിലാണ് ഇത് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. എല്ലാവർക്കും ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായെന്ന് കരുതുന്നു, നിർത്തുന്നു കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.